ഇന്ന് രാഗവൈവിധ്യത്തിൽ എടുത്തേക്കണ രാഗം ജയന്തശ്രീ. 20ാമത്തെ മേളകർത്ത രാഗമായ നടഭൈരവിയിലാണ് ജന്യം. ഈ രാഗത്തിന്റെ ആരോഹണാവരോഹണങ്ങൾ വരുന്നത് ഇതാണ് ഈ രാഗത്തിന്റെ ആരോഹണാവരോഹണങ്ങൾ വരുന്നത്. ഈ രാഗത്തിന്റെ സ്വരസ്ഥാനങ്ങൾ വരുന്നത് ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, ശുദ്ധ മധ്യമം, പഞ്ചമം, ശുദ്ധ ദൈവതം, ശുദ്ധ നിഷാദം ഇങ്ങനെയാണ് ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ വരുന്നത്. ഈ രാഗത്തിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട കൃതികൾ നോക്കാം. തന്നെ ത്യാഗരാജസ്വാമികളുടെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കൃതിയാണ് മരുക്കേലര ഓ രാഘവ മരുക്കേലര ഓ രാഘവ, ഈ ഒരു കൃതി. അതുപോലെ തന്നെ ഊത്തുകാട് വെങ്കടസുബ്രയ്യരുടെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കൃതിയാണ് നീരദ സമനീല കൃഷ്ണ ഏഹി ജയ ജയ നീരദ സമനീല കൃഷ്ണ ഏഹി ജയ ജയ നീരദ സമനീല കൃഷ്ണ ഏഹി ജയ ജയ മാം പാഹി, ഈ ഒരു കൃതി. പിന്നെ മൈസൂർ വാസുദേവാചാര്യരുടെ ശ്രീധര പാഹിതയാക്കര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതി ഉണ്ട് ഈ രാഗത്തിൽ. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് കൃതികൾ വരുന്നത് ജയന്തശ്രീ രാഗത്തിൽ. ഇനി സിനിമാ പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് വരുന്നത് യുവജനോത്സവം എന്ന് പറഞ്ഞ സിനിമയിലത്തെ ഒരു പാട്ട്. ആമുഖം കണ്ട നാൾ ആദ്യമായി പാടി ഞാൻ രാഗം പൂക്കും രാഗം പാടി ഞാൻ. ആമുഖം കണ്ട നാൾ ആദ്യമായി പാടി ഞാൻ രാഗം പൂക്കും രാഗം പാടി ഞാൻ, ഈ ഒരു പാട്ട്. അടുത്തത് കണിക്കൊന്നകൾ പൂക്കുമ്പോൾ മണിത്തൊങ്ങലും ചാർത്തുമ്പോൾ ആരേക്കും വിഷുക്കൈ നീട്ടം. കണിക്കൊന്നകൾ പൂക്കുമ്പോൾ മണിത്തൊങ്ങലും ചാർത്തുമ്പോൾ, ഈ ഒരു പാട്ട്. ഇതൊരു രാഗമാലികയാണ്. അമരം എന്നിട്ടുള്ള സിനിമയിലത്തെ. പുലരെ പൂങ്കോടിയിൽ പെരുമീൻ വെള്ളാട്ടമായി കാണാ പൊൻകോടിയിൽ പൂമീൻ തുള്ളാട്ടമായി, ഈ ഒരു പാട്ട് രാഗമാലികയാണ്. ഇത് വാസന്തി, ശുദ്ധസാവേരി, ജയന്തശ്രീ, സിന്ധുഭൈരവി എന്നീ രാഗത്തിലാണ് ഈ പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെയാണ് ജയന്തശ്രീ രാഗത്തിലുള്ള കുറച്ച് കൃതികളും സിനിമാ പാട്ടുകളും ഉള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ കൂടുതൽ പാട്ടുകൾ അറിയാമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.